ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സാധിക്കും. ഇന്ന് പോസ്റ്റ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഞാൻ പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാറുള്ളതല്ല. ഓക്കെ, പക്ഷേ ഇന്ന് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണ്. കാരണം 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ലൈവിൽ ഓൾറെഡി നമ്മൾ ലൈവിൽ വന്നവരോടൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് നമ്മളവിടെ എങ്ങനെ ഒരു എൻട്രി, ഒരു എക്സിറ്റ് പോയിൻ്റ് എന്നൊക്കെ കൃത്യമായിട്ട് ലൈവിൽ തന്നെ മാർക്കറ്റിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരാറില്ല. അപ്പം നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവർക്ക് വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് നമ്മൾ ലൈവ് വെച്ചത്. അവരൊക്കെ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ അറ്റൻഡ് ചെയ്തവർ ജസ്റ്റ് ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരൊക്കെയാണ് ചെയ്തവർ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്ന് നമുക്ക് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പ്ലനേഷൻ, അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പെട്ടെന്ന് അങ്ങ് നിർത്തിയേക്കാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇന്ന് ഒരു ചെറിയ ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്, അല്ലേ? ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിനുശേഷം മാർക്കറ്റ് ഫർദറായിട്ട് പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, താഴോട്ട് വരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ എന്തുവാ? കാരണം ഇന്ന് മാർക്കറ്റിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് ന്യൂസുകൾ ഒന്നും ഇല്ല. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പം ഒരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റ് ഇങ്ങനെ താഴെ വീഴാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇന്ന് നിഫ്റ്റി നെഗറ്റീവ് കാണിച്ചപ്പോൾ തന്നെ ആൾക്കാർ ന്യൂസിന് വേണ്ടി പരതി. പക്ഷേ എങ്ങും ഒരു ന്യൂസ് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പം മാർക്കറ്റ് അതിനുശേഷം പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് മനസ്സിലായി കാണും. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത ശേഷം പതുക്കെ താഴോട്ട് വന്നു. ഓക്കെ, താഴോട്ട് വന്നതിന് ശേഷം ഒരു ക്യാൻഡിൽ വീണു, 2 ക്യാൻഡിൽ വീണു, പതുക്കെ വന്നു. നമുക്ക് എന്ത് ചെയ്തു? മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തു. അപ്പം ഇവിടെ സപ്പോർട്ട് എടുത്തപ്പം നമുക്ക് എന്ത് മനസ്സിലായി? മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യും എന്നൊരു ധാരണ വരുത്തി വെച്ചു. ആര് വരുത്തി വെച്ചു? ഓപ്പറേറ്റേഴ്സ് വരുത്തി വെച്ചു. അല്ലെങ്കിൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ ഇവിടെ ഒരു ധാരണ വരുത്തി. എന്താണ്? മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ റീറ്റെയിലേഴ്സ്, നമ്മളെപ്പോലുള്ള പാവം പിടിച്ച പാറ്റകൾക്കും മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് കയറാൻ പോവുകയാണ്. കാരണം മാർക്കറ്റിൽ ദർ ഇസ് നോ നെഗറ്റീവ് ന്യൂസ്. ഒരു നെഗറ്റീവ് ന്യൂസും മാർക്കറ്റിലില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതൊരു സ്വാഭാവിക പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല, സ്വാഭാവിക ഡൗൺ സ്ട്രീമും മാത്രമേ ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് വന്നു നമ്മൾ വരച്ച സപ്പോർട്ടിൽ വന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറും. അങ്ങനെ തിരിച്ച് കയറുന്നൊരു പ്രതീതി വരുത്തി തീർത്തു. എങ്ങനെ? നോക്കിക്കേ, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. അതിനുശേഷം താഴെ വരെ പോയിട്ട് താഴോട്ട് പോയി, എന്തെങ്കിലും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. പിന്നെ അടുത്ത ക്യാൻഡിൽ വന്ന് ഗ്രീനിൽ ഈ സപ്പോർട്ടിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു എന്താ മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് കയറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു. കാരണം ഇവിടെ എൻട്രി ഓക്കെയാണ്, ഇവിടെ എൻട്രി റെഡിയാണ്. മനസ്സിലായി? ഇവിടെ എൻട്രി നമുക്ക് എല്ലാ സാഹചര്യവും ഇവിടെ അനുകൂലമാണ് നമുക്കൊരു എൻട്രി എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എൻട്രി എടുത്തു. കാരണം ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ബേസിൽ, ഇല്ലേ? കാരണം ക്യാൻഡിൽ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്, വിക്ക് മാത്രമേ താഴെയുള്ളൂ. എല്ലാ സാഹചര്യവും അനുകൂലമാണ്. നമ്മളിവിടെ ട്രേഡ് എടുത്തു. നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ഒരു 15 പോയിൻ്റ് അല്ല ഒരു 20 പോയിൻ്റ്, 20 ഈ നിഫ്റ്റി പോയിൻറ്റ്സ് ഓക്കെ മാത്രം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ഇത് നമുക്ക് പോയിൻ്റ് വൈസ് കണക്ക് കൂട്ടും. നമ്മുടെ പ്രീമിയം ബൈ കണക്ക് കൂട്ടുമ്പോൾ ഒരു 10 പോയിൻറ്റിൻ്റെ ഒരു 10 പോയിൻ്റ് എസ് എൽ നമുക്ക് ഇവിടെ പോയി മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ്ഡായിട്ട് വന്നു. ഓക്കെ, അല്ലാസ് നമ്മൾ കൊടുത്തു. ക്ലിയർ? നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറാണ്. നമുക്കിവിടെ കറക്റ്റ് ഒരു എൻട്രി കിട്ടി. എൻട്രി സക്സസ് ആയില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, നമ്മൾ മാറി നിന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുത്തൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇല്ലേ? അടുത്ത എൻട്രി മാർക്കറ്റ് വീണ്ടും നല്ലൊരു ക്യാൻഡിൽ വീണു, ഒരു ചെറിയ ഡോജി വന്നു, പിന്നെ അടുത്ത വലിയൊരു ക്യാൻഡിൽ വീണു, പിന്നെയും ക്യാൻഡിൽ വീണു, പിന്നെയും ക്യാൻഡിൽ, ഇങ്ങനെ ക്യാൻഡിൽ വന്നു. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ ലൈവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അല്ലേ? ലൈവിൽ ഞാൻ പറയുന്നുണ്ട് മാർക്കറ്റ് നമുക്കിനി ഒരു എൻട്രി പോയിന്റ് കിട്ടണം. കറക്റ്റായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തൊരു എൻട്രി പോയിന്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു എൻട്രി ഉള്ളൂ. അപ്പം എല്ലാവർക്കും ചോദിക്കുക, എന്തുകൊണ്ട് ഇവിടുന്ന് PE എടുത്തില്ല എന്ന് നിങ്ങൾ എല്ലാവരും ചോദിക്കും. ഞാൻ അതിനുള്ള എക്സ്പ്ലനേഷൻ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞു. കാരണം എൻ്റെ സെറ്റപ്പിൽ നമുക്കെല്ലാവർക്കും ഓരോ സെറ്റപ്പ് ഉണ്ട്, അല്ലേ? ഒരു ട്രേഡറിന് ഒരു സെറ്റപ്പ് ഉണ്ട്. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സെറ്റപ്പ് ഉണ്ട്. എൻ്റെ സെറ്റപ്പിനകത്ത് എന്തില്ല? PE ഇല്ല. മനസ്സിലായി പറഞ്ഞേ? അല്ലാതെ രാവിലെ ഇങ്ങോട്ട് മാർക്കറ്റിൽ കണ്ണും തിരുമ്മി വന്നിട്ട് മേലോട്ട് CE താഴോട്ട് PE അങ്ങനല്ല ഒരു ട്രേഡ്. മനസ്സിലായോ? നിങ്ങൾക്കൊരു ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം മാർക്കറ്റ് വരുമ്പോൾ.
അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസെപ്റ്റ് എങ്ങനെയാണ്, ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് പൊട്ടുമ്പോൾ ഞാൻ ഇവിടുന്ന് പി എടുക്കും, ഇന്നടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ഞാൻ ഇവിടെ ട്രേഡ് എടുക്കും, എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ആയിരിക്കും ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ എൻ്റെ സെറ്റപ്പിനകത്ത് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്ന മാർക്കറ്റിനകത്ത് പിയുടെ സാധ്യത ഇല്ല. ഓക്കെ, എനിക്കെതിരെ മാർക്കറ്റ് പൊയ്ക്കോട്ടെ, പ്രശ്നമില്ല. എനിക്കെതിരെ മാർക്കറ്റ്, പക്ഷേ എനിക്ക് ട്രേഡ് ഇല്ല, ഞാൻ എൻ്റെ ട്രേഡ് അവസാനിപ്പിച്ചു, എനിക്കില്ല, എനിക്ക് പി വ്യൂ ഇല്ല. ഓക്കെ, നിങ്ങൾ അവിടെ തന്നെ ഉറച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴാണ് സി വ്യൂ വരാം? അപ്പോൾ എനിക്ക് സി വ്യൂ മാത്രമേ ഉള്ളൂ. ആ സി വ്യൂ വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വെയിറ്റ് ചെയ്യണം. എനിക്ക് എൻട്രി പോയിന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെ മാർക്കറ്റ് ഗ്രാജുവലി ഗ്രൈൻഡ് ചെയ്ത് താഴോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ വെരി 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 ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങളെ ഡേ ക്യാൻഡിൽ എടുത്ത് കാണിച്ചു, ഡേ ചാർട്ട് എടുത്ത് കാണിച്ചു. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഇതൊരു ഡേ ക്യാൻഡിൽ. ഞാൻ വേണം നിങ്ങളെ കാണിക്കാം. എന്തിനാ വെറുതെ ഞാൻ അതുകൂടെ കാണിക്കാതിരുന്നിട്ട് ഇനി ഒരു സംഭവം ഇതാ നോക്കാം. കണ്ടോ, ഒത്തിരി വരയും കുറികളുണ്ട്. ഈ ക്യാൻഡിൽ ഇതൊരു ഡേ ടൈം ഫ്രെയിം ക്യാൻഡിലാണ്. നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൃത്യമായിട്ട് ഞാൻ വരച്ചിട്ടേക്കുന്നത് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്യാൻഡിൽ പോകുന്നുണ്ട്. പല പ്രാവശ്യവും ഇവിടെ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഇത് വിട്ടേരെ, ഇത് നമ്മുടെ ഇലക്ഷൻ്റെ ദിവസമാണ്. അപ്പം അങ്ങനെ ഒരു സിനാരി ഇവിടെയൊക്കെ നോക്കി കണ്ടോ. ഇവിടെ വന്ന് മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി താഴെ പോയതിന് ശേഷം മുകളിൽ കയറി. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് അവിടുന്ന് തിരിച്ച് കയറും എന്ന് ഞാൻ വളരെ ക്ലിയറായിട്ട്, വെരി ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ. എന്നിട്ട് ഞാൻ നിങ്ങളോട്, ലൈവിലുള്ളവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി പരിഗണിക്കാം എന്ന് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞ. കള്ളമാണോ തെറ്റാണോ എന്ന്, അത് ഉടായിപ്പാണോ തള്ളാണോ എന്ന് നിങ്ങൾ കണ്ടവർ കമൻ്റ് ഒന്ന് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ക്യാൻഡിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു എൻട്രി നോക്കാം എന്ന് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു. കുറച്ച് പേരൊക്കെ എടുത്തു, കുറച്ച് പേര് വാച്ച് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടുന്ന് മാർക്കറ്റിന് ഒരു വി ഷേപ്പ് റിക്കവറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നമുക്കത് കാണാം എന്ന് ഞാൻ ക്ലിയറായിട്ട് മാർക്കറ്റിൽ പറഞ്ഞു. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് കണ്ടവർ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഒരു വി ഷേപ്പ് റിക്കവറി നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ പക്ഷേ ഈ വി ഷേപ്പ് റിക്കവറി എവിടം വരെ പ്രതീക്ഷിച്ചേ? ഇവിടം വരെ പ്രതീക്ഷിച്ചുള്ളൂ. ഇവിടം വരെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ ഈ വി ഷേപ്പ് റിക്കവറി. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ട്രേഡ് കൂടി ഞാൻ ഏകദേശം ഇവിടെ ഏരിയയിൽ ഞാൻ അവസാനിപ്പിച്ചു. ഇവിടുന്ന് ഞാൻ എക്സിറ്റായി. ഓക്കെ, അപ്പോൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് ഒരു എൻട്രി എടുത്തവരുണ്ട്. അവിടുന്ന് അവർ പതുക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഒരു നിഫ്റ്റിയിലല്ല ഞാൻ ഒരു ട്രേഡ് എടുത്തത്, ഞാൻ സെൻസെക്സിൽ ഒരു ട്രേഡ് എടുത്തു. 181,500 ഞാൻ ഒരു 142 രൂപയ്ക്ക് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. 142 എടുത്തു. 510 രൂപയ്ക്ക് ഞാനിത് വിറ്റു. ഇത് ഞാൻ ലൈവിലാണ് വിറ്റത്. നിങ്ങൾ ലൈവിലുള്ളവർക്കറിയാം. 510 വിറ്റത്. ഈ സാധനം മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ 1620 രൂപയായി. 1620 രൂപ. അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ട് നിലവിളിക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് ഓൾറെഡി 4 ടൈംസ് എനിക്കിവിടെ ഓൾറെഡി കിട്ടിയത് കൊണ്ട് സന്തോഷം. ഞാൻ ഹാപ്പിയായി. ഞാൻ തിരിച്ച് മാർക്കറ്റിനെ വിട്ടു. 142 510 ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോരെ. ഇവിടെ വന്നപ്പോൾ 510 അത് ഞാൻ ബുക്ക് ചെയ്തു. മാസലാം പറഞ്ഞു. മനസ്സിലായോ? അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോയാലും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. 1620 പൊയ്ക്കോട്ടെ, എനിക്ക് വേണ്ടാന്നേ. എനിക്കുള്ളത് ന്യായമായിട്ട് ഇവിടെ കിട്ടി, അതുപോലെ. ഞാൻ അപ്പോഴും ലൈവ് മാർക്കറ്റിൽ പറഞ്ഞു, നമ്മൾ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. ഉള്ള അവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കും. ലൈഫിലായാലും നമ്മൾ ഉള്ള അവസ്ഥയിൽ നമ്മുടെ സാഹചര്യത്തിൻ്റെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. കടം മേടിച്ചോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരിൽ നിന്ന് എടുത്തോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ജീവിക്കണം. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റും. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ഞാൻ അവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട്, നിൻ്റെ ഒരു 10 രൂപയുള്ളെങ്കിൽ ആ 10 രൂപയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. അല്ല 100 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 100 രൂപയ്ക്ക് അടുത്ത് ജീവിക്കാൻ പഠിക്കുക. അല്ലാതെ എൻ്റെ കയ്യിൽ 100 രൂപയുള്ളൂ, എനിക്കിത് പറ്റത്തില്ല, അപ്പുറത്ത് നമ്മൾ 100 രൂപ കടം മേടിച്ച് 200 ആക്കിയിട്ട് അടിച്ചു പൊളിക്കുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത്, നമുക്ക് എന്താണോ ഉള്ളത് അതിൽ തൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പം നമുക്ക് 140 രൂപയ്ക്ക് കിട്ടി, 1510 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. മോർ ദാൻ ഇനഫാണ്. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാൻ കളം വിട്ടു. അല്ലാതെ 1600 രൂപ വരെ പോയി ഞാൻ ഇവിടുന്ന് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് അതിനെ ഓർത്ത് വിലപിക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് ഇത്രയും കിട്ടിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ്
ആശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൃത്യമായി ഇവിടെ ഞാൻ ന്യായത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ വേണം നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താം. എന്തുകൊണ്ട് ഈ ചേട്ടൻ ഇത്രയും മാർക്കറ്റ് വീണില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു PE എടുത്തുകൂടാ, ഇവിടെ ഒരു PE ട്രേഡ് എടുക്കാമെന്നില്ല, അതാണ്ട് ഇവിടെ ഒരു മർബോസ് വീണല്ലോ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു ട്രേഡ് പോയില്ല? എനിക്കില്ല, എനിക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. എൻ്റെ മനസ്സിൽ എനിക്കൊരു PE ട്രേഡ് ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ ചെയ്യുന്നില്ല. ഇനി മാർക്കറ്റ് തലകുത്തി നിന്നോട്ടെ, തലകുത്തി മറിഞ്ഞോട്ടെ, ഇവിടുന്ന് 1000 പോയിന്റ് വീണോട്ടെ, ഞാൻ എടുക്കത്തില്ല PE. കാരണം എൻ്റെ ട്രേഡ് സെറ്റപ്പിൽ ആ സംഭവം ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് അനുയോജ്യമായിട്ട് മാർക്കറ്റ് വരുമ്പോൾ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നോക്കിയിരിക്കുക എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ന് ലൈവ് മാർക്കറ്റിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പല കാര്യങ്ങളും നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. കാണാത്തവർ ദയവ് ചെയ്ത് ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. സമയമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം വീക്കെൻഡാണ്, പഠിക്കാൻ ശ്രമിക്കുക. പ്രൈസ് ആക്ഷൻ സീരീസ് നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ സീരീസ്. അതിനകത്തിൽ ക്യാൻഡിലുകളെ പറ്റി പറയും. എപ്പോഴും ഞാനിത് പറയുന്നതാണ്, പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. ക്യാൻഡിലുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ പോയി പഠിക്കാൻ. അവിടെ അത് പോയി കണ്ട് സമാധാനത്തെ കാണും. ചുമ്മാ കാണാൻ വേണ്ടി കണ്ടിട്ട് കാര്യമില്ല. സമാധാനത്തെ സ്വസ്ഥമായിട്ടിരുന്ന് അത് കണ്ട് അതിനകത്തിൽ എങ്ങനെയൊക്കെയാണ് ഫോർമേഷൻ ഉണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, വീക്കെൻഡിൽ. ഓക്കെ, അതുപോലെ ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ ഇന്ന് ഒത്തിരി പേർക്ക് നമ്മുടെ വീക്കെൻഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്ക് ആ വാട്സപ്പ് ചാനലിലൊന്ന് നോക്കിയേക്കാം. എവിടെയാണ് നിങ്ങൾ ഇവിടെ ഓരോരുത്തർ ഇട്ട് വന്ന ഇതാകട്ടോ. നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ ഞാൻ പറഞ്ഞ ഓക്കെ, ഇത് നമ്മൾ 2 പോൾ ഇട്ടായിരുന്നു. ഇന്ന് ന്യായം ബുക്ക് ചെയ്തവരാണ് 51 പേര് ബുക്ക് ചെയ്തു ഇല്ലേ. 12 പേർക്ക് ലോസ് വന്നു, 19 പേര് ട്രേഡ് ചെയ്തില്ല. പിന്നെ നമ്മൾ ഈ വീക്കിൽ ന്യായം പാലിച്ചിറങ്ങിയവർ 36 പേര് ഈ വീക്കിൽ ന്യായം പാലിച്ചിറങ്ങി. വളരെ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ്, ന്യായം എന്നൊരു സംഭവം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഇങ്ങനെ പ്രോഫിറ്റ് ന്യായത്തിൽ ഇറങ്ങി, ന്യായം ലോസ് ആയിട്ട് ന്യായം പ്രോഫിറ്റിൽ നിങ്ങൾ ഇറങ്ങി, ഈ ഒരാഴ്ച നിങ്ങൾ ഫോളോ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. നിങ്ങൾ ഈ ഒരാഴ്ച ട്രേഡ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ ഗ്രീനിലാക്കിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം അലതല്ലിയില്ലേ ഇല്ലേ? നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടില്ല. ഇത് കൊള്ളാം, ഇങ്ങനെ ഇനി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായി ഇല്ലേ? നിങ്ങൾ ഒരു ക്ലാസ്സിനും പോകണ്ട, ഒരു പരിപാടിക്കും പോകണ്ട. നിങ്ങൾ അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല, പോട്ടെ. അപ്പം എനിക്കിങ്ങനെയുള്ള അഡ്വൈസ് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ ന്യായം പരിപാടി അവിടെ നിന്ന് തുടങ്ങിയത് വളരെ സിമ്പിളായിട്ട് തുടങ്ങിയത് ഇല്ലേ? നമുക്ക് കൃത്യമായി 10%, 15% നമ്മുടെ പ്രോഫിറ്റിൻ്റെ, നമ്മുടെ ഇട്ട ക്യാപിറ്റലിൻ്റെ 15% നമുക്ക് കിട്ടുവാണെങ്കിൽ പരിപാടി അവിടെ അവസാനിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ 2 ആഴ്ചയായി ഇല്ലേ? നമുക്ക് ഇനി 2 ആഴ്ച കൊണ്ട് മുന്നിലുണ്ട്. ഈ ഒരു മാസം നമുക്ക് നോക്കാം എത്ര പേർക്ക് വിജയിക്കാൻ പറ്റുന്നതെന്ന്. വിജയിക്കാൻ പറ്റാത്തവർ വീണ്ടും ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പലരും നമ്മളെ എഴുതി തള്ളിയവരുടെ മുന്നിൽ നമുക്ക് വിജയിച്ച് കാണിക്കാൻ പറ്റും. സെബി പറയുന്നത് 10% താഴെയുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, വിജയിക്കാൻ പറ്റിയെന്ന് നോക്കാം. കാരണം ഇത്രയും പൈസ പോയില്ലേ, ഇത്രയും പൈസ നിങ്ങൾ വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞില്ലേ. ഇനി അങ്ങനെ കളയാനാണോ പ്ലാൻ? അല്ല, നമുക്കപ്പം വിജയിക്കണം. വിജയിക്കാൻ വേണ്ടിയല്ല നമ്മളെല്ലാവരും, എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇനി മുതൽ പൈസ കളയുകയല്ല, നമ്മൾ പൈസ മാർക്കറ്റിൽ നിന്ന് പിടിച്ചെടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പം എല്ലാവർക്കും ഞാനിത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കഴിവതും ഞാൻ ഇപ്പം സാധാരണ അങ്ങനെ പറയാറില്ല, എൻ്റെ ഒരു വീഡിയോയിലും പറയാറില്ല, അതിൻ്റെ ഇത് ഇടാറില്ല, സബ്സ്ക്രൈബെന്നോ ലൈക്കെന്നോ ഒന്നും ഇടാറുമില്ല. ഇപ്പം നേരത്തെ ഞാനത് ഇടുമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇടുന്നത്, നിങ്ങൾക്ക് താല്പര്യം തോന്നി നിങ്ങൾ ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എൻ്റെ ഈ ചാനലിനോട് നിങ്ങൾക്കൊരു പ്രതിപത്തി തോന്നി, ഒരു സ്നേഹം തോന്നുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന സ്നേഹം മതിയെന്നേ. അങ്ങനെ കിട്ടുന്ന ലൈക്കും അങ്ങനെയുള്ള ഷെയറും അങ്ങനെയുള്ള കിട്ടുന്ന കാര്യങ്ങളൊക്കെ മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നി ഈ ചേട്ടന് ലൈക്ക് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഫാമിലിയായിട്ട്
എൻജോയ് ചെയ്യുക. വീക്കെൻഡ് മാർക്കറ്റിനെ മാറ്റി വെക്കുക. 2 ദിവസം നിങ്ങളുടെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.